ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു കിടുക്കാച്ച് വീഡിയോ ആണ് ഗൈസ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഗെയിം പ്ലേ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിം പ്ലേ തന്നെയാണ് ഗൈസ്. പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. നമ്മളിന്നുള്ളത് എൻ്റെ സ്വന്തം സെർവറിലാണ് ഗൈസ്. അതെ ഗൈസ്, സെപ്പിക്സൽ എന്നാണ് ഗൈസ് എൻ്റെ സെർവറിൻ്റെ പേര്. ഇത് ഒരു നെറ്റ്വർക്കാണ് ഗൈസ്. നെറ്റ്വർക്കിൻ്റെ കൂട്ടാണ് ഈ സെർവർ ടോട്ടലായിട്ട്. അപ്പോൾ ഗൈസ്, ആ സെർവറിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് ഗൈസ് ഇന്ന് ആ സെർവറിൻ്റെ വീഡിയോ ആണ് ഗൈസ്. ഫുള്ള് കംപ്ലീറ്റ് വീഡിയോ ആണ് ഗൈസ് ഇത്. ഗൈസ് സ്പോണൊക്കെ കണ്ട ഗൈസ്, പോളി സ്പോണല്ലേ ഇത്. എൻ്റെ നോളിലൂട്ട് കിടന്ന് അലമ്പ് കാണിക്കുന്നുണ്ട് ഗൈസ്. അലമ്പ് നോളിലൂട്ടൊക്കെ ഡെവലപ്പറാണ് ഗൈസ്. പറന്ന് നടക്കുകയാണ് ഗൈസ്. ഗൈസ് വേണ്ടി വേണ്ട ഇത് ഫുള്ള് ലോബി എല്ലാം സെറ്റാണ് ഗൈസ്. ഇവിടാണ് നമ്മുടെ ലോഗോ. എൻ്റെ സെർവറിൻ്റെ നമ്മുടെ സെർവറിൻ്റെ ലോഗോ ഫുള്ളായിട്ട് തന്നെ ഇവിടെ സെപ്പിക്സൽ നെറ്റ്വർക്ക് എന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ അതേ ഇവിടെ സെപ്പിക്സൽ ഒഫീഷ്യൽ എന്ന് പറയുന്നൊരു ഒഫീഷ്യലായിട്ടുള്ള ലോഗോ ആണ് ഗൈസ്. ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എഡിറ്റ് ചെയ്തതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ കുറച്ചധികം ഗെയിം മോഡ്സ് ഉണ്ട് ഗൈസ്. ഫസ്റ്റ് മിനി ഗെയിംസ് ആണ് ഗൈസ്. സെക്കൻഡ് ക്രിസ്റ്റൽ FFA. തേർഡ് സോഡ് PvP ആണ് ഗൈസ്. ഫോർത്ത് FFAയുടെ ബാക്കി ഫ്ലാറ്റ് PvP ആണ് ഗൈസ്. ലാസ്റ്റ് ഈ പാർക്കോറും ഗൈസ്. അപ്പോൾ ഇത്രയും ഗെയിം മോഡ്സ് ആണ് ഗൈസ് ഈ സീസൺ 1 കൊണ്ടുവന്നേക്കുന്നത്. കണ്ട് ഇവിടെ കിടന്ന് അടി കൂടുന്നു. ഇത് സെറ്റ്. ഈ നോളൂഡിന് പവറുണ്ട് ഗൈസ്. അടി വയ്ക്കാൻ എനിക്കുണ്ട് പവർ. ഓപ്പ് ഉള്ളതുകൊണ്ട് പവറുണ്ട്. അതുകൊണ്ട് ഇവന്മാർ ഇവിടെ കിടന്ന് അടി കാണാക്കുകയാണ്. പക്ഷെ ഇവന് വരില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഏതി കയറണം? നമുക്ക് ഫസ്റ്റ് ഒന്ന് ക്രിസ്റ്റൽ FFAയിൽ കയറി നോക്കാം ഗൈസ്. കയറി എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഒരാൾ വന്നു ഗൈസ്. നമ്മുടെ കുക്കു ഹിയർ ഗൈസ്. എൻ്റെ PvP നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? എനിക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ട് പിന്നെ കാണേണ്ട ആവശ്യമില്ലല്ലോ. എവിടെ നിന്നൊക്കെയോ എനിക്ക് അടി കിട്ടുന്നു ഗൈസ്. നോളൂട്ടൊക്കെ സീനാണ് ഗൈസ് PvPയിൽ. എനിക്ക് കളിക്കാനെന്ന് പറഞ്ഞോളാം ഗൈസ്. എനിക്കങ്ങോട്ടില്ല, എൻ്റെ കൺട്രോൾ അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. ഗൈസ്, നമ്മൾ നോളൂട്ടിനെ എടുത്ത് ഗൈസ്. ഇവൻ മൊബൈലാണ് ഗൈസ്. അവനെ സിമ്പിളാണ്. ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് 2 തട്ട് കട്ടിയാൽ മതി അവൻ ഗൈസ്. നോളൂട്ട് നോളൂട്ട് പിന്നെ നോളൂട്ടിൻ്റെ കൈകൊണ്ട് തന്നെ അകത്ത് ഗൈസ്. കുക്കു ഹെൽത്ത് ഇല്ല ഗൈസ്. അവനെ നോളിലോട്ട് എടുത്തിട്ട് അടിക്കുകയാണ് ഗൈസ്. നമ്മളെ നോളിലോട്ട് അടിക്കാനായിട്ട് എല്ലാം റെഡിയായി വന്നേക്കാണ് ഗൈസ്. നമ്മളെ അടിച്ച് ഉറക്കമെന്നൊക്കെ പറഞ്ഞാൽ നോളിലോട്ട് വന്ന് ഗൈസ്. നോളിലോട്ട് ആങ്കർ സ്പാം ചെയ്ത് അവൻ തന്നെ ആവുകയാണ് ഗൈസ്. നോളിലോട്ടിൻ്റെ ഒക്കെ ഒരു കാര്യം ഗൈസ്. അപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല ലാഗുണ്ട് ഗൈസ്. അതാണ് ഈ വേറെ ഇഷ്യൂ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തത് ഒന്ന് പാർക്ക് ഓവർ കളിച്ച് നോക്കാം ഗൈസ്. നമ്മളെ ഉമാൻ എന്തായാലും ഗൈസ്. അപ്പോൾ നമ്മൾ ലോബിയിലോട്ട് പോയിട്ട് നമുക്ക് അടുത്തത് പാർക്ക് ഓവർ ഒന്ന് കളിച്ച് നോക്കാം ഗൈസ്. പിന്നെ ഈ ഒരു സെക്ഷൻ എപ്പോൾ നമ്മൾ സർവൈവ് നിന്ന് ഇറങ്ങിയാലും ലോഗിൻ ചോദിക്കും ഗൈസ്. കാരണം സെക്യൂരിറ്റിക്കാണ് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും സ്കിപ്പ് അടിക്കാൻ പോവാണ്. ഞാൻ ലോഗിൻ അടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഭാഗം തൊട്ട് കുറച്ച് സ്കിപ്പ് അടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ലോഗിനൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളപ്പോൾ നേരെ താഴോട്ട് പോയിട്ട് നമുക്ക് അടുത്ത ഗെയിം മോഡൊന്ന് കയറി നോക്കാം ഗൈസ്. നമ്മളിന്ന് എല്ലാ ഗെയിം മോഡ്സും ഒന്ന് കയറി നോക്കിയിട്ടേ നമ്മൾ പോകത്തുള്ളൂ ഗൈസ്. അതിൻ്റെ മുമ്പ് നമുക്ക് ഈ സ്പോണിൽ തന്നെ പാർക്ക് ഓവർ ഒന്ന് കളിച്ചാലോ? നമുക്ക് ഈ സ്പോണിൽ തന്നെ പാർക്ക് ഓവർ എങ്ങനെയാണോ നോക്കാം ഗൈസ്. കുറച്ചൊക്കെ ഞാൻ കയറി പോയി. അയ്യോ, ഞാൻ താഴെ പോയി. ഒരു 2 ട്രൈ വേണം നടത്താം ഗൈസ്. രണ്ട് ട്രൈ ഗൈസ്. IP ഡിസ്കോഡിൻ്റെ ലിങ്ക് ഫുള്ള് താഴെ കൊടുത്തേക്കും ഗൈസ്. IPയും ഡിസ്കോഡിൻ്റെ ലിങ്കും എല്ലാം ഉണ്ട്. വൈറ്റ് ലിസ്റ്റഡ് അല്ല, പബ്ലിക് സെർവറാണ് ഗൈസ്. എന്താ ഗൈസ്, എൻ്റെ അതേ സ്കിൻ ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് ഗൈസ് ഇവൻ. അത് നമ്മൾ അടിച്ച് താഴെയിട്ട് ഗൈസ്. റെക്കോർഡിങ് ആണോ ചെറിയ
ഗൈസ് നമ്മളോട് റെക്കോർഡിങ് ആണോ എന്നൊക്കെ ചോദിച്ചു ഗൈസ്. ഗൈസ് നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. നമ്മൾ ഇവിടം വരെ എത്തി ഗൈസ്. നമുക്ക് ബാക്കിയും കൂടെ പറ്റുമെന്ന് ഗൈസ്. നമുക്കിത് ഫുള്ള് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഒറ്റ ട്രയൽ. ഇനിയും ചത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ പാർക്കോറിലോട്ട് പോകും ഗൈസ്. അയ്യോ ഗൈസ് നമ്മൾ പിന്നെ പോയി നമ്മുടെ എക്സ്പെക്സ് താരം ഒക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. എക്സ്പ്രസ് എന്ന് പറയുന്നത് ഇവനാണ് ഗൈസ്. ഇവൻ നമ്മുടെ സർവറിൻ്റെ ഡെവലപ്പറാണ് ഗൈസ്. ടാബ് ലിസ്റ്റ് ഒക്കെ കണ്ടോ ഗൈസ്. ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത ടാബ് ലിസ്റ്റ് ഒക്കെയാണ് ഗൈസ്. ഇപ്പോൾ കറൻറ്റ്ലി 4 പേരുണ്ട്. മുമ്പേ ഒരു 5-6 പേരുണ്ടായിരുന്നു ഗൈസ്. അവിടുന്ന് ഇവിടുന്നൊക്കെ സർവറിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് കുറേ പേരുണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ ആരുമില്ല ഗൈസ്. ഇപ്പം നമുക്ക് പാർക്ക് ഓവർ കളിക്കാം ഗൈസ്. പാർക്ക് ഓവർ പപ്പു ഒക്കെ VC വിളിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും പപ്പു ഒക്കെ VC വിളിക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇങ്ങോട്ടൊക്കെ നടന്ന് നോക്കാം ഗൈസ്. ഗൈസ് നമ്മൾ പാർക്ക് ഓവറും കിങ് ആയെന്ന് തോന്നുന്നതാണ് ഗൈസ് തോന്നുന്നത്. ഞാൻ ഇത്രയൊക്കെ പിടിച്ചിരിക്കുമോ? അയ്യോ ഗൈസ് അവിടെ എത്തിയിട്ട് പോയി ഗൈസ്. ആ സാധനം എനിക്ക് പറ്റുന്നില്ല. വൈ അയ്യോ താഴെ പോയി. നമുക്ക് അന്ന് ഒരു കാര്യം ചെയ്യാം ഗൈസ്. നമുക്കിനി നേരെ മിനി ഗെയിംസിലോട്ട് പോകാം ഗൈസ്. നമുക്ക് മിനി ഗെയിംസ് കളിക്കാം ഗൈസ്. മിനി ഗെയിംസ് കളിക്കാം. അയ്യോ റീസ്റ്റാർട്ടല്ല, ലീവ് ദ കോഴ്സ്. നമ്മൾ ഈ കോഴ്സ് ലീവ് ചെയ്ത് ഗൈസ്. എന്നിട്ട് നമുക്ക് നേരെ നമുക്ക് /server ലോബി അടിക്കാം ഗൈസ്. നേരെ ലോബിയിലോട്ട് പോകാം ഗൈസ്. പിന്നെ ലോഗിൻ ചെയ്യണം ഗൈസ്. അപ്പം ഈ സ്ഥലം ഒന്ന് സ്കിപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ പിന്നെ ലോഗിൻ ചോദിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അതെല്ലാം കൊടുത്തിട്ട് നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് നമ്മൾ മിനി ഗെയിംസ് ആണ് ഗൈസ്. മിനി ഗെയിംസ് ആണ് ഈ സെർവറിലെ അത്യാവശ്യം. ക്രിസ്റ്റൽ PP കഴിഞ്ഞാൽ മിനി ഗെയിംസ് ആണ് ഗൈസ് ഈ സെർവറിലെ തരുന്നേടാ. അതാണടാ ഇവൻ എന്തിനാ എന്നെ നോക്കുന്നു? ഞാൻ ഇവനെ ഉണ്ടല്ലോ അടിക്കട്ടെ ഇവൻ എന്നെ നോക്കുന്നു ഗൈസ്. കണ്ടോ ഗൈസ് മിനി ഗെയിംസ് ആണെന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ് മിനി ഗെയിംസ്. ഫുള്ള് ലോബി സെറ്റാക്കി വെച്ചേക്കുന്നതാണ് ഗൈസ്. ഇത് ഫുള്ള് സംഭവമുണ്ട് ഗൈസ്. ക്വേക്ക് അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. പ്രൊഫണ്ട് ലോബേഴ്സ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. കുറേ സംഭവമുണ്ട് ഗൈസ്. നമുക്ക് ഇത് കളിച്ച് നോക്കാം ഗൈസ്. ഇത് കയറാനാണ് ഗൈസ് നോഡൂട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കയറി എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് തരാം ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്തോ ബെഡ് വാർസ് ആണ്. ഇതെന്ത് പകുതിയായിട്ട് മുറിഞ്ഞിരിക്കുന്നത് ഗൈസ്. എന്താണെന്ന് അറിഞ്ഞില്ല ഗൈസ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഗൈസ്. കാണാം നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ 15th ആനിവേഴ്സറി അല്ലായിരുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ ക്യാപ്പൊക്കെയാണ് ഗൈസ് ഞാനിന്ന് ഇട്ടേക്കുന്നത് ഗൈസ്. ക്യാപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? പൊളിയല്ലേ? ഞാനീ ഒരു പൊളിയല്ലേ ഗൈസ്? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നോളൂട്ടിൻ്റെ കേൾക്കില്ല ഗൈസ്. കാരണം VCയിലില്ല. എന്നാലും ചുമ്മാ ഒന്ന് വിളിച്ചാണ്. കളി തുടങ്ങാൻ ഇനി 20 സെക്കൻഡ് മാത്രം ഗൈസ്. നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ഈ സെർവർ സംഭവിക്കും? പൊട്ടിത്തെറിക്കുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഈ കുക്കു 28 ഒക്കെ ഏതൊക്കെയോ ലോബി വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. മിനി ഗെയിംസിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വരുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 5 സെക്കൻഡോടെ ഗൈസ്. അവന് വരാൻ പറ്റില്ല ഗൈസ് എന്തായാലും ഗൈസ്. അപ്പം നമ്മുടെ ഇതാണ് ഗൈസ്. ഇത് എന്താണ് സംഭവം നമുക്ക് ഗൈസ്. TNT ഗൈസ്. ഇതെന്തുവാ ഇങ്ങനെ അറിയാൻ പറ്റുവാ? ഇത് ഗൈസ് മറ്റേ ഇവന്മാരെ എറിഞ്ഞ് കൊല്ലണമായിരിക്കും ഗൈസ്. അത് ഇവന്മാരുടെ സ്ഥലമെല്ലാം പൊട്ടിക്കണം ഗൈസ്. അയ്യോ ഗൈസ് എനിക്ക് ഹാർട്ടില്ല ഗൈസ്. നോളൂട്ട് ഇതിലൊക്കെ പ്രോയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് അവനോട് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമ്മൾ അവിടെ ഇവിടെ കണ്ണി കാണുന്ന എല്ലായിടത്തും വലിച്ചെറിയുന്നുണ്ട് ഗൈസ്. അവന്മാരുടെ സ്ഥലം മൊത്തം ഞാൻ പൊട്ടിക്കും ഗൈസ് മിക്കവാറും. നമുക്ക് അങ്ങനെയൊക്കെ എറിയാം ഗൈസ്. അവന്മാർ TNT ഒക്കെ അവിടെ ഇവിടെയൊക്കെ എറിയുന്നുണ്ട് ഗൈസ്. നമ്മളവിടെ ഇവിടെ മരണം എന്നണ്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വാറാണ് ഗൈസ്. വാർക്ക് ഞാൻ ഇന്ത്യ, അവൻ ചൈന. അയ്യോ നമ്മൾ ഇന്ത്യ തോറ്റി. അല്ല മിക്കവാറും ഇന്ത്യൻ പ്രസിഡന്റിനെ വെടിവെച്ചു കൊല്ലും ഗൈസ്. അപ്പം അവൻ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ഗെയിമോട് നമുക്ക് മനസ്സിലായി ഗൈസ്. അവൻ എന്നെ ചാറ്റിലൊക്കെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു ഗെയിമോട് കളിച്ച് നോക്കാം ഗൈസ്. നമുക്ക് അടുത്ത് ഇത് കളിക്കാം ഗൈസ്.
TNT ടാഗാ, ഇതെന്താ സംഭവം? ഇത് കളിച്ച് നോക്കാം. TNT ടാഗാണ് ഗൈസ്. അപ്പോൾ നമ്മളടുത്ത് കയറിയിരിക്കുന്നത് TNT ടാഗിലാണ് ഗൈസ്. ഇതെന്താണ് ഇത് മറ്റേ TNT നമ്മുടെ കയ്യിലെങ്ങാണ്ട് കൊണ്ട് ആരാണ്ട് ഇങ്ങനെ തട്ടുമ്പോൾ തരും ഗൈസ്. അപ്പോൾ അത് എന്തോ ചെയ്യണം, അത് ഇവന്മാരുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ ഓടണം ഗൈസ്. ഓ ഗൈസ്, കുക്കു ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. കുക്കു എല്ലാം ചെയ്യും. ഏട്ടാ എൻ്റെ സ്കിന്ന് മാറ്റണം, നിന്നെ ഞാനിപ്പോൾ ബാൻ അടിക്കും. ബാൻ അടിക്കാനുള്ള പെർമിഷൻ ഇല്ല ഗൈസ്. കിക്ക് നല്ലതാ. എൻ്റെ ലോപ്പ് ഇല്ല ഗൈസ്. ഇല്ലെങ്കിൽ ഇവനെ ഉണ്ടല്ലോ ഗൈസ്, ഇവനെ ഞാനിപ്പോൾ ബാൻ അടിച്ചു വിട്ടേനെ. ഞാൻ ബാൻ അടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? /ബാൻ കുക്കു 28 പോളാ, എന്താണ് ഉദ്ദേശിച്ചത് ഗൈസ്? അപ്പോൾ ഇത് മറ്റേ TNT നമുക്ക് കുക്കുവിൻ്റെ കയ്യിൽ ബോംബ് കൊടുത്തിട്ട് ഓടാം ഗൈസ്. അവൻ അവിടെ കിടക്കട്ടെ. ഗൈസ് നമ്മൾ എന്താവാൻ നോക്കാം ഗൈസ്. ആറയിലാണ് ഗൈസ്. എൻ്റെ കയ്യിലല്ല ഗൈസ്, എൻ്റെ കയ്യിലല്ല. ആറയിലാണോ എന്തോ ഗൈസ്. നമുക്ക് എന്തായാലും ഓടിത്തള്ളാം ഗൈസ്. ആരെങ്കിലുമൊക്കെ ഇപ്പോൾ പൊട്ടിത്തെറിക്കും ഗൈസ്. അയ്യോ, നോളിലൂട്ടാണ് ഗൈസ്. നോളിലൂട്ടിൻ്റെ കയ്യിലാണ് TNT. നമുക്കിവിടെ ഒളിച്ചിരിക്കാം ഗൈസ്. നോളിലൂട്ട് ദേണ്ട് ഓടുന്ന ഗൈസ്. അയ്യോ എൻ്റെ തലയിൽ. ആ ഗൈസ്, നമ്മൾ നോളിലൂട്ടിന് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ നോളിലൂട്ടിൻ്റെ തലയിൽ എടാ പണി കിട്ടി. നോളിലൂട്ട് ഇവിടെ വാടാ. എടാ ചാഞ്ചാവും. ഇങ്ങോട്ട് വാടാ കൊച്ചർക്ക. അയ്യോ ആ കൈസ് കൊടുത്ത്. അയ്യോ പിന്നെ തന്നു കൈസ്. ഇതൊക്കെയാണ് കൈസ് ഇദ്ദേഹത്തെ മിനി ഗെയിംസ് ആണ് കൈസ്. ഇപ്പോൾ പൊട്ടും കൈസ്. ഇപ്പോൾ മൊത്തത്തിൽ TNT ബ്ലാസ്റ്റ് ആവും. അയ്യോ 20 സെക്കൻഡ് കൂടെ ഉള്ളൂ. ഇതിനകത്ത് ഇവനെ കൊടുക്കണം. ആ കൈസ് അവന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ കൈസ്. അയ്യോ എടാ, ഇവനെങ്ങനെയാണ് എന്നെ ഇത്രയും ദൂരം അടിക്കുന്നത് കൈസ്? ഞാൻ ഈ 3 ഡയമെൻഷനിൽ വ്യൂ മാറ്റുന്ന കൈസ്. ഇല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ പൊട്ടും കൈസ്. എന്നെ ഇപ്പോൾ TNT പൊട്ടി ഞാൻ ചാവും കൈസ്. ഇവൻ എന്നെ ചതിച്ചു കൈസ്. നമുക്ക് സെക്കൻഡ് പ്രൈസ് കൈസ്. കുക്കുവാണ് കൈസ്. ആദ്യം ബ്ലാസ്റ്റ് ആയി ചത്തത് കുക്കുവാണ് കൈസ്. നമുക്ക് സെക്കൻഡ് പ്രൈസ് കൈസ്. അപ്പോൾ ഇതാണ് കൈസ് മിനി ഗെയിംസിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടിപൊളി മിനി ഗെയിംസ് ആണ് കൈസ്. ലോബിയൊക്കെ എങ്ങനെയാണെന്ന് പറയുക ഗൈസ്. അപ്പം അടുത്ത് ഈ സംഭവം എന്തോ, ഇതൊന്ന് കയറി വെക്കാം ഗൈസ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊന്നും ഞാൻ കയറി നോക്കിയിട്ടില്ല ഗൈസ്. ഇപ്പോഴാണ് ഞാൻ കയറി നോക്കുന്നത്. ഞാൻ എന്താ അവന്മാർ കയറുന്നില്ലേ? എന്നാൽ നമുക്ക് ലീവ് അടിക്കാം ഗൈസ്. അവന്മാർക്ക് ഇത് കയറണ്ടെന്ന്. എന്നാൽ നമ്മളെന്തിനാണ് കയറുന്നത്? നമുക്ക് അവന്മാരോടുള്ളതിനകത്ത് കയറിയാൽ ഗൈസ്. അപ്പോൾ നമുക്ക് രണ്ട് എക്സ്പെക്ട്സേ അഡ്മിനവോസ് താഴെ ഇറങ്ങി ഗൈസ്. വെൽക്കം ടു സെപ്പിക്സൽ എന്നൊക്കെ അനൗൺസ്മെൻറ്റ് എഴുതി കാണിക്കുന്നുണ്ട് ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്. ജോയിൻ ചെയ്യുക. IP എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഫുൾ സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ഞങ്ങൾ താഴെ കൊടുക്കും ഗൈസ്. പിന്നെ ആരെങ്കിലും വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ താഴെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടേക്കാം ഗൈസ്. അവരെയും കൂടെ കയറി സപ്പോർട്ട് ചെയ്യുക. അവരുടെ വീഡിയോയിൽ എന്നെയും ടാഗ് ചെയ്യുമായിരിക്കും. അപ്പോൾ എന്നെയും വന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങോട്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് സെറ്റാ ഗൈസ്. ഇതെന്താണെന്ന് ഗൈസ് എനിക്കറിയാം ഗൈസ്. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓരോ ബേസ് പോലത്തെ വേണ്ടി ഇത് കണ്ടോ. ഇതൊരു ബേസ് ആയിട്ട് കിട്ടും. ഏതെങ്കിലും ഒരു ബേസിലായിരിക്കും ഗൈസ്. അപ്പോൾ ആ ബേസിനകത്ത് നമ്മൾ നിന്നിട്ട് ഈ വാള് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ വാളെല്ലാം പൊട്ടും ഗൈസ്. അപ്പുറത്തേന് ഈ ഓരോ ബേസിനകത്തും അവരവരുടെ കളറിലുള്ള ഓരോ ഇതുണ്ട് ഗൈസ്. വാർഡനല്ല ഗൈസ്, വിതറുണ്ട് ഗൈസ്. കൊച്ചു ബേബി വിതറുണ്ട് ഗൈസ്. അപ്പോൾ ആ വിതറിനെ നമ്മൾ പോയി കൊല്ലണം ഗൈസ്. ഈ കുക്കുവിൻ്റെ ബേസ് ഇപ്പോൾ ബെഡ് വാർസിൻ്റെ കൂട്ടുകാരനാണ് ഗൈസ്. കണ്ട ഇതുപോലെ ഒരു വിതർ അവനും കാണും ഗൈസ്. അപ്പോൾ അവൻ്റെ വിതറിനെ ആദ്യം പോയി കൊല്ലണമെന്നാണ് ഗൈസ് നമ്മുടെ ടാർഗറ്റ്. എന്നിട്ട് അവനെ കൊന്നു കഴിഞ്ഞാൽ ബെഡ് വാർസിൻ്റെ കൂട്ടുകാരനാണ് ഗൈസ്. ബെഡ് പൊട്ടിക്കുന്നതിന് വേണം വിതറിനെ കൊല്ലുക. പക്ഷേ ഇത് കുറച്ചുകൂടെ ഹാർഡാണ് ഗൈസ്. ബെഡ് വാർസ് ആണ് ഗൈസ് ഹാർഡ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതർ നമ്മളെ തിരിച്ചടിക്കും ഗൈസ്. അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. നമുക്കിവിടെയൊക്കെ PvP ആയിട്ട് ഒന്നെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ഓടിപ്പോകാം ഗൈസ്. ഇവൻ പിന്നെ വലിയ ഇതല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവനെ PvP ചെയ്തങ്ങ് തോപ്പിക്കാന്ന് ചോദിച്ചാൽ ഗൈസ്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കാം ഗൈസ്. അവൻ പോകുമ്പോൾ നമുക്ക് ഒരു വിധം തന്നെ കൊല്ലാം. ഗൈസ് വിതർ നമ്മളെ തിരിച്ചടിച്ച്
വിതറിൻ്റെ കുറച്ച് ഹാർട്ടൊക്കെ ഞാൻ കളഞ്ഞു ഗൈസ്. പക്ഷേ വിതർ 74% ഉള്ളു ഉണ്ട് ഗൈസ് അവൻ്റെ വിതറിൻ്റെ ഹാർട്ട്. നമുക്ക് എന്തായാലും ഇതങ്ങ് കവർ ചെയ്തിട്ടെ ഗൈസ്. ഇത് 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 നമുക്കൊരു ഐഡിയ ഗൈസ്. ഇത് കുറച്ച് അറിയാം. അവൻ ചത്താ? അയ്യോ, എൻ്റെ വിതറിൻ്റെ ഹാർട്ട് കുറഞ്ഞു. അവൻ കുറച്ച് 68% കുറച്ചടാ അവൻ. അവൻ്റെ പരിപാടി നമ്മളങ്ങ് വിട്ടുകൊടുക്കുമോ? അവൻ്റെ വിതറോടെ. അയ്യോ, വിതറിനെ ആരും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഗൈസ്. വിതർ നമ്മളെ ഒടുക്കത്തെ അടിയാണ് ഗൈസ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. വിതറിൻ്റെ ഹെൽത്ത് ഒരു വിധത്തിൽ ഞാൻ കുറച്ചിട്ടുണ്ട് ഗൈസ്. അവൻ്റെ ഇപ്പോൾ എത്ര ഉണ്ട്? 41% ഗൈസ് ഇപ്പോഴത്തെ വിതറിൻ്റെ ഹെൽത്ത്. അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യേണ്ടത് നമ്മുടെ പൈസ കയറിയാ? ഇല്ല, നമുക്ക് ഇവനോട്ടങ്ങ് PvP എടുക്കാം ഗൈസ്. എൻ്റെ സ്കിന്നിട്ടൊന്ന് വന്നേക്കോ അവൻ ഗൈസ്. ഇവനെ നമുക്ക് ഒരു വിധത്തിൽ എടുക്കാം. ഇവനെ എടുക്കുന്നുണ്ട് ഗൈസ്. ഇവൻ സ്പാമിങ് ആണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ കറങ്ങി ഇവനെ അടിക്കുന്നത്. നീ അവിടം വരെ പോവില്ലടാ. വിതർ തന്നെ അവനെ കൊന്നു ഗൈസ്. സിമ്പിൾ. വിതർ പറയാ എന്ത് സിമ്പിളാടാ ഇവൻ. ഗൈസ് നമ്മുടെ ബ്രില്യനായിട്ട് ഐഡിയ ആയിരുന്നു ഗൈസ്. പക്ഷെ വർക്കായില്ല ഗൈസ്. ഞാൻ ഇവന് അപ്പുറത്തോടെ പൊട്ടിക്കുന്നുണ്ട്. ഇവനെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഈ വഴി വന്ന് പൊട്ടിക്കാനാണ് ഗൈസ്. പക്ഷേ ഇനി അത് നടക്കൂല. ഇവനെ അടിച്ചങ്ങ് ഇടേണ്ടി വരും ഗൈസ്. ഇനി നമുക്ക് വിതറിനെ നൈസ് കൊല്ലാം ഗൈസ്. വിതറിൻ്റെ ഹാർട്ട് ഇപ്പോൾ ഇനി 4 എടാ വിതർ 2 അടിക്കുള്ളടാ നമ്മൾ. അതാണ് പറഞ്ഞത്. വിതറിനെ അവനെ ഇനി തൊട്ടാൽ മതിയോ വിതറിനെ? അപ്പോൾ തന്നെ തീരുമാനമാവും. മാക്സിമം കവർ ചെയ്ത് വരും ഗൈസ്. അത് നമ്മുടെ വിതറിനെ എങ്ങനെയും എടുക്കണമെന്നൊക്കെ പറഞ്ഞാണ് ഗൈസ് വന്നേക്കുന്നത്. നമുക്ക് എന്തായാലും എടുക്കാം ഗൈസ്. ഇവനെ എന്തായാലും ഈസി ആയിട്ട് എടുക്കാം ഗൈസ്. സിമ്പിൾ ഗൈസ്. സിമ്പിൾ ഗൈസ്. യു വിൻ ഗൈസ്. ജിജീസ് ഗൈസ്. ജിജീസ് ഗൈസ്. അപ്പോൾ ഈ കളി നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. അടുത്ത കളി ഇവന്മാർ രണ്ടുപേരുടെ അഡ്മിൻസ് രണ്ടുപേരും ആകാശത്ത് ഇരിക്കുക. ഇറങ്ങ് താഴെ ഇറങ്ങ്. അഡ്മിൻസ് ആണ് ഗൈസ്, അല്ല വേറെ ആരുമല്ല ഗൈസ്. അടുത്ത നമുക്ക് ഇതെന്തോന്ന് നോക്കാം ഗൈസ്. ഇതെന്താണ് സംഭവം? ഗൈസ് നോലൂട്ട് അഡ്മിനൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി എക്സ്പെക്ട്സൂടെ ഉള്ളു ഗൈസ്. അവൻ അഡ്മിനാണ് ഗൈസ്. ഇവൻ കോണറാണ് ഗൈസ്. ഗൈസ് ഇത് കൊള്ളാലോ. ഈ മാപ്പ് സൂപ്പർ സാധനം, അടിപൊളി ഗൈസ്. നമ്മുടെ സെർവർ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയണം ഗൈസ്. എന്തെങ്കിലും സജഷനൊക്കെ തരാണെങ്കിൽ /discord എന്ന് അടിക്കുക ഗൈസ്. ഇവിടെ അല്ല, ലോബി പോയിട്ട് അടിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിസ്കോഡിൻ്റെ ലിങ്ക് കിട്ടും. ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക, ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, പറയുക എന്തെങ്കിലും ബഗ്ഗോ ഇഷ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് പറയുക ഗൈസ്, അല്ല വേറെ ഒരു പരിപാടിയില്ല. ദിസ് ഈസ് മൈൻക്രാഫ്റ്റ് വാട്ട് ഈസ് ദിസ് ഗെയിം? ശരി, നല്ലതാണ്. നോളൂടി നൈസി ഒരു ചളി അടിച്ചതാണ് ഗൈസ്. എല്ലാവരും ആ ചളിക്ക് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ പറയുക ഗൈസ്. എങ്ങനെയുണ്ട് ആ ചളി എന്നൊക്കെ ഒന്ന് പറയുക ഗൈസ്. ഗൈസ് ഇതെന്താണ് സംഭവം? ഇതെന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇതൊന്നും അല്ല, വേറെ എന്തോ ചെയ്യണമല്ലോടാ ഇതിനകത്ത്. ഞാൻ എന്തോ ചെയ്യണ്ടേ? ഇതൊന്നും അല്ല ഗൈസ്. എലിമിനേറ്റഡ്. അവനതിനെന്തോ ചെയ്തേ? അതെന്തുവായിരുന്നു? അതെനിക്കൊന്നും മനസ്സിൽ പോലും ആയില്ല. എന്തോ അവന് ഉദ്ദേശിച്ച ഇവര്. നോക്കാം ഗൈസ്. എക്സ്പെക്ട്സ് ഒക്കെ വരുമോ? എൻ്റെ മനസ്സ് പറയുന്ന അവൻ വരും ഗൈസ്. എക്സ്പെക്ട്സ് ഇതൊക്കെ പേരാണ് ഗൈസ്. ഗൈസ് IP ഡിസ്കോഡിൻ്റെ ലിങ്ക് ഫുള്ള് താഴെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ വേർഷൻ ഈ സെർവറിന് പറ്റുന്ന എല്ലാ വേർഷനും ഈ സെർവറിന് പറ്റും ഗൈസ്. 1.8 തൊട്ട് 20.6 വരെ ഈ വെർഷന് പറ്റും, ഈ സെർവറിൽ പറ്റും ഗൈസ്. പിന്നെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പം വിതറൊക്കെ നിങ്ങൾക്ക് 1.8 കാണുമ്പോൾ
വേറെ എന്തെങ്കിലുമൊക്കെ പോലെ ഇരിക്കും. കാരണം അത് 1.18 നിങ്ങൾക്ക് ആ വെർഷനിൽ ലോഡ് ചെയ്യാൻ പറ്റില്ല വിതറിനെയൊന്നും. അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് വിതർന്നൊക്കെ എഴുതി കാണിക്കും കൈസ്, അതുകൊണ്ടൊന്നും സീനില്ല. 1.8 കളിക്കാത്തതാണ് കൈസ് അത് നല്ലത്. 1.8 അല്ല അതിൻ്റെ ശരിക്കും. ഈ സർവറിൽ കളിക്കുകയാണെങ്കിൽ നിങ്ങൾ 1.20.6 കളിക്കുക. അതാണ് ബെസ്റ്റ് വേർഷൻ, ബെസ്റ്റ് എക്സ്പീരിയൻസ് തരുന്ന അതാണ് കേസ്. ഞാൻ പക്ഷേ ഇപ്പോൾ 1.19.4 കേസ്. അതൊന്നും സീനില്ല കേസ്. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയി മണ്ണ് വാങ്ങണം. ഓ ഇങ്ങനെ എറിയണം. ഓ ഇപ്പോഴാ മനസ്സിലായ ഗായ്സ്. ഇത് നമ്മൾ എറിഞ്ഞ് മറ്റേ ഇങ്ങനെ പൊട്ടും. ഓ അതിപ്പോഴാണ് ഗൈസ് മനസ്സിലായി. ഇനി വാ ഗൈസ്. നമുക്ക് ഇനി ഇത് കയറാം ഗൈസ്, ഇത് തന്നെ കയറാം. വാടാ, ഒന്നുകൂടെ വാ ഗൈസ്. നോട്ട് ഔട്ടൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. നോട്ട് ഔട്ട് ഹിയർ ഗൈസ്. ഗൈസ് ഈ സെർവർ ഫ്രാൻസിലാണ് ഗൈസ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ആണ് ഗൈസ്. അപ്പോൾ കുറച്ച് ഇഷ്യൂ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. റെക്കോർഡിംഗ് ആണോ എന്ന് പിന്നെയും ചോദിച്ചിട്ടുണ്ട് ഗൈസ്. നോട്ട് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എന്ന് വരും, എന്നത്തേക്ക് വരും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നാളെ മാക്സിമം നാളത്തേക്ക് വരും ഗൈസ്. നാളത്തേക്ക് വൈകിട്ടത്തേക്കൊക്കെ എന്തായാലും ഈ വീഡിയോ വരും. നാളത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആയിരിക്കും ഗൈസ്. നിങ്ങൾ കാണുന്നതിൻ്റെ കഴിഞ്ഞ ദിവസമായിരിക്കും ഗൈസ് സർവറിൻ്റെ ലോഞ്ചും സംഭവങ്ങളും എല്ലാം. അതെന്താ പറ്റി സർവർ ഗൈസ് നമ്മളെ ഇറക്കി വിട്ട് ഗൈസ്. ഒന്നുകൂടെ കയറാം ഗൈസ്, ഗൈസ്. നോളൂട്ടൊക്കെ പറഞ്ഞ ആരാണെന്ന് അറിയാം ഗൈസ്. വെറും നോളൂട്ട് XD അല്ല, വേറെ ആരാ? ഐ ജസ്റ്റ് റീലോഡ്, സോറി ഗൈസ്. റീലോഡ് ചെയ്തതാണ് ഗൈസ്. നോളൂട്ട് റീലോഡ് ചെയ്തത് കൊണ്ടാണ് ഗൈസ്. പ്ലഗിനെല്ലാം അവർ റീലോഡ് ചെയ്തു. അതുകൊണ്ട് ഫസ്റ്റ് നോക്കിയിരുന്നോ. ഇപ്പം തരാൻ നിനക്ക് ഞാൻ ഫസ്റ്റ് കേട്ടാ. ഞാനിവിടെ ഉള്ളപ്പോൾ നിനക്ക് ഫസ്റ്റാ. തരാം. ലിസ്റ്റ് ടു സി ഓൾ NCP സ്ലാഷ്. എടാ എനിക്ക് പവറില്ലടാ. എക്സ്പെക്സേ കേറ്. അവനെ ഇങ്ങോട്ട് ടീപ്പ് ചെയ്തിടാം ഗൈസ്. അയ്യോ പറ്റൂല, കഴിഞ്ഞു ഗൈസ്. അവന് കയറാൻ പറ്റൂല ഗൈസ്. ഇവൻ എന്താണ് ഗൈസ് കാണിക്കുന്നത്? ഗൈസ് കുക്കുവിൻ്റെ ബേസാണ് ഗൈസ് ഈ പ്രാവശ്യം മൊത്തത്തിൽ പൊട്ടിച്ചോണ്ടിരിക്കുന്നത്. മാറി കുക്കുവിൻ്റെ ബേസ് എല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് മൊത്തത്തിൽ. അവൻ്റെ കാര്യമാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇവനെ ഇവിടെ പൊട്ടിയിട്ട് ഗൈസ്. അയ്യോ ഗൈസ്. ഇവനെന്താണ് ഇങ്ങനെ കളിക്കുന്നത്? ഇങ്ങനൊന്നും കളിക്കില്ല കേട്ടാ ഗൈസ്. ഈ സർവർ ഇവൻ്റെയൊക്കെ സെറ്റ് ചെയ്യും ഗൈസ്. PvP ഇവൻ്റെ, CPP ഇവൻ്റെ. അപ്പോൾ എല്ലാവരും ജോയിൻ ആകാം ഗൈസ്. ഇനി ഞാൻ നോട്ട് മാത്രം ഗൈസ്. ഗൈസ് ഞാൻ പറയുന്നത് നോട്ട് ജയിക്കും ഗൈസ്. ഞാൻ ജയിക്കുന്ന ഇതൊക്കെ ജയിക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ തോക്കുമെന്ന്. കറക്റ്റ് സമയത്ത് അവിടെ ഒരു കുഴി വന്നു ഗൈസ്. ഇത്ര ഞാൻ പൊട്ടിച്ച് പോയതാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ ഇൻവിസിബിൾ ആയാ? നല്ലതാ ഗൈസ്. ഇപ്പോൾ സർവർ സ്പോൺ അടിക്കാം ഗൈസ്. നിങ്ങൾക്ക് പോകണമെങ്കിൽ /hub ഉണ്ട് /server ലോബിയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൈസ് എല്ലാം ഇതാകും ഗൈസ്. പിന്നെ ഇതൊക്കെയാണ് ഗൈസ്. പിന്നെ ലോഗിൻ അടിക്കണം, അതേ ഉള്ളൂ ഗൈസ് ഇഷ്യൂ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സർവർ ജോയിൻ ചെയ്യാൻ ഗൈസ്. വൈ ലിസ്റ്റ് ഇല്ല, ഒന്നുമില്ല, എല്ലാം ഇതാണ് ഗൈസ്. നിങ്ങൾക്ക് ജസ്റ്റ് IP അടിച്ച് ലോഗിൻ ചെയ്ത്
രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കളിക്കാം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ സർവർ എങ്ങനെയുണ്ട് എല്ലാം കമൻറ്റിൽ പറയുക ഗൈസ്. എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ ശരി എന്നാൽ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്.